ശ്രീ കെ അനുരാജ്, ഇപ്പോൾ RSSന്റെ സർസംഘ് ചാലക് മോഹൻ ഭാഗവത് പറഞ്ഞത് അങ്ങും കണ്ടു കാണുമല്ലോ. ഈ വിദ്യാർത്ഥി പ്രതിഷേധം എന്നത് ഒരു ഒരു സംവേദന രീതിയാണ്. അങ്ങനെ പ്രതികരിക്കുന്നത് ജനാധിപത്യത്തിൽ അംഗീകരിക്കപ്പെട്ട മാർഗമാണ്. അതിലൊരു തെറ്റുമില്ല എന്ന് പറയുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ടെന്ന് പറയുന്നു. പ്രതിപക്ഷത്തെ ബഹുമാനിക്കണം എന്നുകൂടി പറയുന്നു. പ്രതിപക്ഷമില്ലാത്ത ഭരണം എന്നുള്ളത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. ഇതൊക്കെ പലപ്പോഴായി സർസംഘ് ചാലക് പറയുന്നുണ്ട്. മോഹൻ ഭാഗവത് ഇവിടെ തിരുത്തുന്നത് മോദിയെയും അമിത്ഷായും അല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഏറ്റവും എന്താ പറയുക തലപ്പത്തുള്ള വ്യക്തിയാണ് ഈ പറയുന്ന സർസംഘ് ചാലക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനയുടെ ആദർശങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ആ ആശയധാര പിൻപറ്റുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് അതേക്കുറിച്ച് പറയാൻ സാധിക്കുക. പിന്നെ പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്നില്ല, പ്രതിപക്ഷത്തെ കാണുന്നില്ല എന്നൊക്കെ ഇവിടെ സ്ഥാപിക്കാൻ നമ്മുടെ ഈ ചർച്ചയിൽ ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. വസ്തുത അതല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ സെഷനിൽ തന്നെ ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? CJPയുമായിട്ടുള്ള ചർച്ച എന്നുള്ളതായിരുന്നു. ചർച്ച നടത്തി ആ പ്രശ്നം പരിഹരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജി അടുത്ത് വന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പെല്ലറ്റ് എന്ന് പറഞ്ഞത്. പെല്ലറ്റിന് ഇപ്പോൾ നമ്മുടെ CRPFൻ്റെ ഡയറക്ടർ ജനറൽ തന്നെ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ വന്ന് പറയണമെന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ടു, പിന്നെ എന്താണ് ഭരണഘടനയുടെ ഒരു വകുപ്പ് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി വന്ന് പറയണം. അങ്ങനെ അത് ആ വകുപ്പിൽ പറയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു മന്ത്രി സഭയിൽ ഹാജരില്ല, മറ്റു മന്ത്രിമാർ മറുപടി പറയാറില്ലേ? ഇതൊക്കെ ആദ്യത്തെ സംഭവമാണ്, നിയമസഭകളിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ പിന്നെയും അത് തന്നെ പറയാമെന്നുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പം എത്ര ചർച്ചകളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളെങ്കിലും കേരളത്തിലെ MP മാർ ഒരു ചർച്ച പാർലമെൻറ്റിൽ പറഞ്ഞൊരു വിഷയം അവതരിപ്പിച്ചാൽ അതെങ്ങനെ മാധ്യമങ്ങൾക്ക് കൊടുക്കണം നമ്മുടെ MP മാർക്ക് അറിയാം. അതിലുപരി നമ്മളെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കാറുണ്ട്. എത്ര വാർത്തകൾ ഈ മൺസൂൺ സെഷൻ്റെ കാലത്ത് കേരളത്തിലെ MP മാർ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതായിട്ട് വന്നു? എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട്. ഞാനത് പറഞ്ഞത്, കേരളം എന്ന് പറയുന്ന ബില്ലിൻ്റെ ആവശ്യം അവരുടെ കേരളത്തിൻ്റെ ആവശ്യമല്ലേ? അതിലെന്താ ചെയ്തത്? കേരളത്തിനല്ലേ അതിൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ വരാൻ പോകുന്നത്. അതിൻ്റെ ചർച്ചയിൽ എന്ത് നിലപാടെടുത്തത്? അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താ? പ്രതിപക്ഷം നിർവഹിച്ചത് എന്താ? അമിത്ഷാ ആദ്യം പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ആദ്യം CJPയോട് ചർച്ച ചെയ്യണം, അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കി, അത് നടത്തി. അത് കഴിയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു, ബഹളം ഉണ്ടാക്കി. അപ്പോഴൊക്കെ സഭയുടെ ബിസിനസ് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ബില്ലുകളടക്കം പാസ്സാക്കപ്പെട്ടത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ FCR ബില്ലിൽ ഇവരുടെ ഇരട്ടത്താപ്പ് നടക്കില്ല എന്ന് ഇവർക്ക് അറിയുന്നതുകൊണ്ട് അതുവരെ ഇതിനെ നീട്ടിക്കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഞാൻ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും തിരുവനന്തപുരം MP യുമായിട്ടുള്ള ശശി തരൂർ പറഞ്ഞതാണ്. ശശി തരൂർ പറഞ്ഞെന്താണ്? നമ്മൾ ഡെമോക്രസിയെ ഒരു പ്രഹസനമാക്കരുത്. 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഇലക്ഷനിലൂടെ അല്ല ഡെമോക്രസിയെ നമ്മൾ കാണേണ്ടത്. ഡെമോക്രസി ഒരു തുടർ പ്രക്രിയയാണ്. ഇതിൽ പ്രതിപക്ഷം സഹകരിക്കണം. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ അവൈലബിൾ ആണ്, വീഡിയോ അവൈലബിൾ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവിന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അദ്ദേഹം പൊതുവേദിയിൽ NDTV പ്രോഫിറ്റ് ചാനലിലാണ് അദ്ദേഹം പറയുകയും ചെയ്തു. പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ളവരൊക്കെ അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു സിറ്റിംഗ് MP ആണ്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇതാണ് പറയുന്നത്. പിന്നെ ഇടതുപക്ഷം വളരെ നാമമാത്രമായ സാന്നിധ്യമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ ആശങ്കകൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഞാൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താനുള്ള അവസരം ഈ സെഷനിൽ കിട്ടിയപ്പോൾ എന്താ ഇവരൊക്കെ പറഞ്ഞത്? പ്രിയങ്ക എന്താ പറഞ്ഞത്? IIT മദ്രാസിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രൊഫസർ കാമകോടിയെ പറ്റി എന്താ പറഞ്ഞത്? ഗോമൂത്രത്തിൽ റിസർച്ച് ചെയ്യുന്നു എന്നാണ്. ഗോമൂത്രത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഈ പ്രിയങ്കയ്ക്ക് എത്രത്തോളം റിസർച്ചിനെ കുറിച്ച് അറിയാം? റിസർച്ച് എന്താണ്? റിസർച്ച് ഗ്യാപ്പ് എന്താണ്? ഏത് വിഷയങ്ങളെക്കുറിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള അറിവ് പ്രിയങ്കയ്ക്കുണ്ടോ? നേരത്തെ ആരോ ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് മന്ത്രിയുടെ. അപ്പോൾ MP വിദ്യാഭ്യാസം വേണ്ടേ? ഇപ്പോൾ MP മാർക്ക് എന്തും പറയാമോ? ഇനി അവരുടെ സഹോദരൻ എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു. എന്തോ ഒരു വിഡ്ഢിയുടെ ഭക്തന്മാർ, അന്ധഭക്തർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭരണപക്ഷത്തെ ലക്ഷ്യം വെച്ചാണ്. അങ്ങനെയല്ല, ഞാൻ ആരെയും ലക്ഷ്യം വെച്ചിട്ടും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാർലമെന്റിൽ കിട്ടിയ സമയത്ത് ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് കാതലായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ ഒരു മുതിർന്ന ദേശീയ നേതാവ് പറഞ്ഞതായിട്ട് ഈ സഭയുടെ കാലത്ത് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ എന്താ സാഹചര്യം എന്താണ്? ഈ CJP എന്ന് പറയുന്ന സംഘത്തിന്റെ സമരം വിജയിച്ചു. അതിലെന്താ പ്രതിപക്ഷത്തിന് പങ്കുള്ളത്? പ്രതിപക്ഷം അതിന്റെ കൂടെ നിന്ന് കൊടുത്തു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് സാധിക്കണ്ടേ, ലെഫ്റ്റിനെ കൊണ്ട് സാധിക്കണ്ടേ, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കണ്ടേ? എന്നിട്ട് ആ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രൂപത്തിൽ തന്നെ കൊണ്ടുപോകാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇതുകൂടെ പറഞ്ഞോട്ടെ. അല്ല, സ്മൃതി അങ്ങനെ ഇടപെടാതെ പറയാം. അപ്പോൾ ഈ CJPയുടെ സമരം വിജയിച്ച സാഹചര്യത്തിൽ ചെറിയൊരു ഐക്യം
ഈ പറയുന്ന ഇന്ത്യ അലയൻസിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി പരമാവധി എന്ത് നേടാൻ ശ്രമിക്കുകയാണ്. അത് തന്നെ ഇപ്പം പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു. കാരണം നമ്മുടെ FCRA ബില്ലിന്റെ പേരിൽ കോൺഗ്രസും TMCയും ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ ശരത് പവാർ NCP ശരത് പവാർ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇവിടെ തന്നെ അതിന്റെ വിയോജിപ്പ് നടന്നു കഴിഞ്ഞു. അപ്പോൾ നാളെ വരെ പോലും ഈ യോജിപ്പ് നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ സഭ ഇങ്ങനെയായി, ഈ സമ്മേളനം നാടകം കളിക്കുന്നത് എന്ന രൂപത്തിലാണ് അങ്ങനെ വിവക്ഷിക്കുന്നത്. ശരി, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ശ്രീ സമ്പത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിനെ പറഞ്ഞുകൊണ്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.